ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗ്ലാസ് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കാൻ പോണത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് OHP ഷീറ്റാണ്. പിന്നെ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിൻ്റ് ഔട്ടല്ല, ഡയറക്റ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് A4 സൈസാണ്. A4 സൈസിൻ്റെ OHP ഷീറ്റും അതുപോലെ A4 സൈസിൻ്റെ പ്രിൻ്റ് ഔട്ടും. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് OHP ഷീറ്റ് വയ്ക്കുക. OHP ഷീറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റാണ്. നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിനും അതുപോലെ തന്നെ വേറെ പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യുന്നൊരു ഷീറ്റാണ്. നമുക്കത് എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ബുക്സൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് പഠിക്കുന്ന സമയത്തും അതുപോലെ പഠിപ്പിക്കുന്നതും ഈ ഒരു ഷീറ്റിൽ പഠിപ്പിച്ചാൽ വളരെ കൺവീനിയൻറ്റും കംഫർട്ടബിളും ആയിരിക്കും. അപ്പം നമ്മൾക്ക് ഗ്ലാസ് കളേഴ്സാണ് ഇപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലാസ് കളറിൻ്റെ ഒരു കിറ്റ് വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ലൈനർ അതിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനെ ലൈനർ എന്നാണ് പറയണത്. എന്നിട്ട് ഔട്ട്ലൈൻ ഫുള്ളായിട്ട് ഈ ലൈനർ വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫുള്ളായിട്ട് പിക്ചർ മുഴുവനായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ നോസിൽ നമ്മൾ തുടച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗ്ലാസ് കളേഴ്സ്, പലതരം ഗ്ലാസ് കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏത് കളറാണോ നമ്മുടെ പിക്ചറിന് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, ഏത് കളറാണോ നമുക്ക് താല്പര്യം, അത് വെച്ചിട്ട് ഈ എന്താ പറയുക, ഫുള്ളായിട്ട് പിക്ചർ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടേക്കാണോ ഏതൊക്കെ കളറാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഈ ഗ്ലാസ് കളേഴ്സ് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതുമല്ല, ഈ ഇപ്പോൾ ലൈനർ കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അരമണിക്കൂറെങ്കിലും വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ഡ്രൈ ആവുള്ളൂ. അതിന് ശേഷം വേണം ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഗ്രീൻ കൊടുത്തു, അതിനുശേഷം ഇപ്പോൾ യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണോ യെല്ലോ വേണ്ടത് അവിടെയൊക്കെ യെല്ലോ കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമ്മളിപ്പം ഈ കളർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറേ ബബിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബബിൾസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നമ്മൾ തുന്നാനൊക്കെ നൂല് കോർത്തിട്ട് തുന്നാനൊക്കെ യൂസ് ചെയ്യുന്ന സൂചി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ബബിൾസിനെ ലൈറ്റായിട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. അതല്ല എന്നാണെങ്കിൽ നമ്മൾ പിക്ചർ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഉണങ്ങിക്കഴിയുമ്പോൾ ആ ഒരു പോർഷനിൽ മാത്രം, ഇപ്പോൾ ബബിൾസ് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ കളേഴ്സ് ഒന്നും പിടിക്കാതെ അങ്ങനെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറയുന്നത്. ജസ്റ്റ് പിന്ന് വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ബബിൾസ് പൊട്ടിപ്പോവും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ പിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പിന്ന് വെച്ചിട്ട് ബബിൾസ് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബബിൾസ് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ തിക്കായിട്ട് കളർ വേണം എന്നാണെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് നല്ല ഡാർക്കായിട്ട് കളർ ഡ്രൈ ആയതിനു ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിക്കായിട്ട് വേണ്ട സ്ഥലത്തെല്ലാം തിക്കായിട്ടും പിന്നെ ലൈറ്റായിട്ട് വേണ്ട സ്ഥലത്ത് ലൈറ്റായിട്ടും അങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ലോട്ടസ് പിങ്ക് കളറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പിങ്ക് കളറിൻ്റെ ഗ്ലാസ് കളർ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ലൈനർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കളേഴ്സ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒഴുകി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ലൈനർ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ കളറ് നല്ല രീതിയിൽ ആ പിക്ചറിൻ്റെ അകത്ത് തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പോൾ ഏത് കളറൊക്കെയാണോ, ഇപ്പോൾ നമ്മൾക്ക് കിറ്റ് 2 തരത്തിലുണ്ട്. 6 കളേഴ്സ് ഉള്ളതും കിട്ടും, 12 കളേഴ്സ് ഉള്ളതും കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു, ബൈ. ഇതിന് റിവേഴ്സ് ഗ്ലാസ് പെയിൻറ്റിംഗ് എന്നും പറയാറുണ്ട്. നമ്മൾ റിവേഴ്സായിട്ടാണ് നമ്മൾ ഇതിനെ വ്യൂ ചെയ്യുക. അപ്പോൾ അതിനെ റിവേഴ്സ് ഗ്ലാസ് പെയിൻറ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.